എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീഷ് നായർ, ജ്യോതിഷം ആൻഡ് വാസ്തു സെൻ്റർ ഏഴംകുളം. അപ്പം നമ്മൾ ഈ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ഇട്ടത്. അപ്പം അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇന്നലെ ഒരു ഭൂമിയിൽ നമ്മൾ ഉത്തമമായിട്ടുള്ള ഭൂമി എങ്ങനെ തിരഞ്ഞെടുക്കണമെന്നും അവിടെ ഏതൊക്കെ ഭാഗങ്ങളിൽ നമുക്ക് ഗ്രഹം പണിയാമെന്നാണ്. ഇതിൽ നമ്മൾ മനുഷ്യഗണം ദേവഗണത്തിലാണ് നമ്മൾ ഗ്രഹം പണിയാൻ ഉത്തമമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് സ്ഥാനനിർണ്ണയം നടത്താം എന്നതിനെ പറ്റിയാണ്. ഇതിനകത്തെല്ലാം നമുക്ക് പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ വാസ്തുപരമായിട്ടും ജ്യോതിഷപരമായിട്ടും കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ പ്രമാണങ്ങൾ ഇവിടെ പറയുന്നില്ല, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ മനുഷ്യഗണത്തിലാണ് നമ്മളൊരു ഗ്രഹം പണിയുന്നതെങ്കിൽ നമുക്കൊരു ഉത്തമമായിട്ടുള്ള പ്ലാൻ വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ടുള്ള. ഇപ്പം പ്ലാനിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്, നമുക്ക് വേറെ സമയങ്ങളിൽ പറയാം. അപ്പോൾ ഇത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ മനുഷ്യഗണത്തിലാണ് നമ്മൾ ഗ്രഹം പണിയുന്നതെങ്കിൽ മനുഷ്യഗണത്തിൽ നമ്മൾ അതിൻ്റെ ഭൂമിയുടെ മധ്യഭാഗം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഭൂമിയിൽ നമ്മൾ 3 സെൻറ്റോ 5 സെൻറ്റോ 10 സെൻറ്റോ എത്ര ആയാലും അതിൻ്റെ മധ്യഭാഗം നമ്മൾ കണ്ടെത്തണം. അപ്പോൾ മധ്യഭാഗം കണ്ടെത്തിയതിന് ശേഷം നമുക്ക് ആ ഭൂമിയെ നമുക്ക് തരം തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മധ്യഭാഗം നമ്മൾ കണ്ടെത്താൻ കോണോടുകൂടെ അളന്ന് നോക്കുമ്പോൾ നമുക്ക് മധ്യം കിട്ടും. അപ്പോൾ ഈ മധ്യഭാഗത്തിന് നമ്മൾ ബ്രഹ്മവീതി എന്നറിയപ്പെടും. അപ്പോൾ ഈ ബ്രഹ്മവീതിയിൽ നിന്ന് നമുക്ക് 9 ഖണ്ഡമായിട്ട് നമ്മൾ 4 വശത്തോട്ടും വസ്തുവിനെ തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളതങ്ങനെ അളന്ന് തിരിക്കുകയൊന്നും വേണ്ട, നമ്മളൊരു കണക്ക് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ 18 മീറ്റർ നീളവും 18 മീറ്റർ വീതിയുമുള്ള ഒരു ഗ്രഹമാണെങ്കിൽ നമ്മൾ മധ്യഭാഗം 9 മീറ്റർ ഭാഗത്ത് നമുക്ക് കിട്ടും. അപ്പോൾ 9 മീറ്ററിൽ നിന്ന് നമുക്ക് തിരിക്കുമ്പോൾ നമുക്ക് ഓരോ മീറ്റർ ഓരോ വീതിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ മധ്യഭാഗത്തിന് നമ്മൾ ബ്രഹ്മവീതി എന്ന് അടയാളപ്പെടുത്തുകയും അതിനുശേഷം ഗണേശവീതി, അഗ്നിവീതി, ജലവീതി, നാഗവീതി, യമവീതി, കുബേരവീതി, ദേവവീതി, പിശാചി വീതി എന്നറിയപ്പെടുന്ന 9 വീതികളാണ് നമ്മുടെ ഭൂമിയിൽ നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചില വീതികളൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഗ്രഹം പണിയുന്നത്. അപ്പോൾ എങ്കിലും ചെറിയ ഭൂമിയായാലും വലിയ ഭൂമിയായാലും നമുക്ക് പിശാചി വീതി ഒഴിവാക്കിക്കൊണ്ട് വേണം നമ്മൾ ഗ്രഹം പണിയാൻ. നമ്മൾ പറയാറുണ്ടല്ലോ, വീടിന് 4 വശത്തും നടക്കാനുള്ളൊരു സ്ഥലം നമുക്ക് വേണം എന്ന് പറയുന്നതാണ് പിശാചി വീതി. അപ്പോൾ ഇത് ഒഴിവാക്കിക്കൊണ്ട് നിർമ്മിക്കുന്ന ഗ്രഹം ഉത്തമ ഗ്രഹമായിരിക്കും. അപ്പോൾ ഇത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ സ്ഥാനനിർണ്ണയം നടത്തണം. പിശാചി വീതി എന്ന് പറയുന്ന അവസാന വീതി ആ 1 മീറ്റർ ആണെങ്കിൽ 1 മീറ്റർ തള്ളിക്കൊണ്ടുള്ള ഉത്തമ സ്ഥാനത്തായിരിക്കണം നമ്മൾ സ്ഥാനനിർണ്ണയം നടത്താൻ. അപ്പം പ്ലാനൊക്കെ വരയ്ക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ ആ ഭൂമിയുടെ തരം തിരിച്ച് ഏത് രീതിയിൽ നമുക്ക് സ്ഥാനനിർണ്ണയം നടത്താം എന്നതിനെപ്പറ്റി. അപ്പോൾ ഇത് നമ്മൾ കൂടുതൽ ദീർഘിപ്പിച്ചുകൊണ്ട് പോകുന്നില്ല വീഡിയോ. അപ്പോൾ ഇതിന് നമുക്ക് അടുത്ത ദിവസം നമുക്ക് ഇതിലെങ്ങനെ സ്ഥാനനിർണ്ണയം നടത്തി നമുക്കൊരു പ്ലാൻ വരയ്ക്കാവുന്നതിനെപ്പറ്റി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്.